ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിന്ന് നോക്കുന്നത് ഫ്രൈഡേയിലെയും സൺഡേയിലെയും മൺഡേയിലെയും കൂടെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം. 15th മാർച്ച് എന്ന് പറയുന്നത് വേൾഡ് കൺസ്യൂമർ റൈറ്റ് ഡേ ആണ്. അപ്പോൾ ഇത് ആദ്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1983 ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇത് എന്തിൻ്റെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ US പ്രസിഡന്റ് ആയിട്ടുള്ള ജോൺ എഫ് കെന്നഡിയുടെ ഒരു സ്പീച്ച് US കോൺഗ്രസ്സിൽ വെച്ചിട്ട് മാർച്ച് 15 1962 നടന്നു. അപ്പോൾ ആളാണ് ആദ്യമായിട്ട് ഈ കൺസ്യൂമർ റൈറ്റിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഫോർമലി കൺസ്യൂമർ റൈറ്റിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഫസ്റ്റ് വേൾഡ് ലീഡറാണ് ഈ പറയുന്ന ജോൺ എഫ് കെന്നഡി എന്ന് പറഞ്ഞത്. അപ്പോൾ ആളുടെ ആ ഒരു സ്പീച്ച് നടന്നത് പറഞ്ഞ പോലെ മാർച്ച് 15 അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വേൾഡ് കൺസ്യൂമർ റൈറ്റ് ഡേ എന്ന് പറഞ്ഞ് 15th മാർച്ച് നമ്മൾ എല്ലാ വർഷവും സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇത് ആദ്യമായിട്ട് എന്നാണ് സെലിബ്രേറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ 1983 ആദ്യമായിട്ട് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇനി ഈ വർഷത്തെ തീം എന്താണെന്ന് വെച്ചാൽ സേഫ് പ്രോഡക്റ്റ് കോൺഫിഡൻറ്റ് കൺസ്യൂമർ എന്നുള്ളതാണ് ഈ വർഷത്തെ തീം. ഇനി ഇത് ഓർഗനൈസ് ചെയ്യുന്നത് ആരെന്ന് പറഞ്ഞാൽ കൺസ്യൂമർ ഇന്റർനാഷണൽ ആൻഡ് ഇറ്റ്സ് പാർട്ട്ണർ വേൾഡ് വൈഡ്. അതായത് നമ്മുടെ മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സും ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷനും ആണ് ഇന്ത്യയിൽ ഈ പറഞ്ഞ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഇത് ഇപ്പം നമ്മൾ പറഞ്ഞത് വേൾഡ് കൺസ്യൂമർ റൈറ്റ് ആണ്. ഇനി നമ്മുടെ ഇന്ത്യ നാഷണൽ കൺസ്യൂമർ റൈറ്റ് ഡേ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 24th ഡിസംബറിലായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ കൺസ്യൂമർ റൈറ്റ് കൺസ്യൂമർ റെസ്പോൺസിബിലിറ്റിയും ഒക്കെ അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 24th ഡിസംബർ നാഷണൽ കൺസ്യൂമർ റൈറ്റ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വേൾഡ് കൺസ്യൂമർ ഡേ എന്ന് പറയുന്നത് മാർച്ച് 15 നാഷണൽ കൺസ്യൂമർ ഡേ എന്ന് പറയുന്നത് 24th ഡിസംബറുമാണ്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് 15th മാർച്ച് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഡേ ടു കോമ്പാക്ട് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫിയർ ആണ്, അല്ലെങ്കിൽ ഒരു പ്രിജുഡിസ്, നമ്മൾ മുൻകൂട്ടി കാണാൻ എനിക്കൊരു പേടി, ഹാറ്റ്രഡ് ഓഫ് മുസ്ലിംസ് ദാറ്റ് ലീഡ്സ് ടു പ്രൊവോക്കേഷൻ ഹോസ്റ്റിലിറ്റി ഇൻടോളറൻസ് ഇൻ ബോത്ത് ഇൻ ഓൺലൈൻ ഓഫ്ലൈൻ വേൾഡ്. നമ്മുടെ ഓൺലൈൻ വേൾഡിലായിക്കോട്ടെ അല്ലാണ്ട് നമ്മുടെ ഓഫ്ലൈൻ വേൾഡിലായിക്കോട്ടെ ഈ മുസ്ലിംസിനോടുള്ളൊരു പേടി, പ്രിജുഡിസ്, അവരോടുള്ളൊരു ദേഷ്യം, ഇതൊക്കെയാണ് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇസ്ലാം എന്ന് പറയുന്ന വാക്ക് മുസ്ലിം, അപ്പോൾ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ മുസ്ലിംസിനോടുള്ളൊരു പേടി, പ്രിജുഡിസ്, അവരെ പറ്റിയിട്ടുള്ളൊരു മുൻധാരണ അല്ലെങ്കിൽ ആ ഒരു ഹേറ്റ്രഡ്, അതിനെയാണ് നമ്മൾ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞത്. ഇത് 2022 യുണൈറ്റഡ് നേഷൻ ആണ് 15th മാർച്ച് ഈ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ ഡേ ടു കോമ്പാറ്റ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു ഡേ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞത് 2022 ഇനി നാഷണൽ വാക്സിനേഷൻ ഡേ എന്ന് പറയുന്നത് 16th മാർച്ച് ആണ്. അപ്പോൾ നാഷണൽ വാക്സിനേഷൻ ഡേ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഈ പറഞ്ഞ പോലെ 16th മാർച്ച് ആണ്. ഇത് ആദ്യമായിട്ട് നമ്മൾ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ 16th മാർച്ച് 1995 ഈ വട്ടത്തെ തീം എന്താണെന്ന് ചോദിച്ചാൽ ഇമ്മ്യൂണൈസേഷൻ ഫോർ ഓൾ ഈസ് ഹ്യൂമൻലി പോസിബിൾ. ഇമ്മ്യൂണൈസേഷൻ ഫോർ ഓൾ ഈസ് ഹ്യൂമൻലി പോസിബിൾ എന്നുള്ളതാണ് തീം. അപ്പോൾ അത്രയും അതിനകത്ത് നോക്കുക. ഇനി വേൾഡ് ഇമ്മ്യൂണൈസേഷൻ ഡേ എന്നാണ് ചോദിക്കുകയാണെങ്കിൽ November 10 ആണ് വേൾഡ് ഇമ്മ്യൂണൈസേഷൻ ഡേ. ഇതെന്ന് വെച്ചാൽ നാഷണൽ വാക്സിനേഷൻ ഡേ ആണ് മാർച്ച് 16 എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ലിറിക്സ് പോയറ്റ് ആയിട്ടുള്ള വൈരമുത്തുവിന് ജ്ഞാൻപീഠ് അവാർഡ് കിട്ടി. ഇത് നമ്മുടെ 20 വർഷങ്ങൾ, ഈ ഒരു 20 years നോക്കുകയാണെങ്കിൽ അതിൽ 3ാമത്തെ തമിഴ് റെസിപ്പിയൻ്റാണ് ഈ ഒരു അവാർഡ് കിട്ടുന്നത്. അപ്പോൾ വൈരമുത്തു വിൻസ് ദ ജ്ഞാൻപീഠ് അവാർഡ്, ദ 3rd തമിഴ് റൈറ്റർ ടു റിസീവ് ദ ഓണർ. ഈ ഒരു ഓണർ കിട്ടി, ഈ ഒരു അവാർഡ് കിട്ടിയിട്ടുള്ള 3ാമത്തെ തമിഴ് റൈറ്ററാണ് വൈരമുത്തു എന്ന് പറയുന്നത്. അപ്പോൾ വൈരമുത്തുവിന് കിട്ടിയ അവാർഡ് എന്താണ്, ജ്ഞാനപീഠ് അവാർഡാണ് കിട്ടിയത്. പോയറ്റും ലിറിസ്റ്റുമായിട്ടുള്ള വൈരമുത്തുവിന് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള 60ാമത്തെ ജ്ഞാനപീഠ് അവാർഡ് കിട്ടുകയാണ് ഇയർ 2025. അങ്ങനെ 3ാമത്തെ തമിഴ് റൈറ്റർ, ഈ പറയുന്ന ഓണർ കിട്ടിയ, ഈ ഒരു അവാർഡ് കിട്ടിയുള്ള 3ാമത്തെ തമിഴ് റൈറ്ററായിട്ട് ആൾ മാറുന്നു. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 59th ജ്ഞാൻപീഠ് അവാർഡ് ഫോർ 2024 ആർക്കാണ് കിട്ടിയിട്ടുള്ളത്, വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ 58ാമത്തെ ജ്ഞാൻപീഠ് അവാർഡ് 2 റൈറ്റേഴ്സിനാണ് കിട്ടിയിട്ടുള്ളത്. ആർക്കൊക്കെയാണ് ഇത്, രംഭദ്ര ആചാര്യയും അതുപോലെ ഉറുദു പോയറ്റിൽ റിസർച്ചുള്ള ഗുൽസറിനും, ഇവർക്ക് 2 പേർക്കാണ് 58th ജ്ഞാൻപീഠ് അവാർഡ് കിട്ടിയത്. ഇത് എത്രാമത്തെ ജ്ഞാൻപീഠ് അവാർഡാണ്, ഇത് 60ാമത്തെ ജ്ഞാൻപീഠ് അവാർഡാണ്. നമ്മുടെ തമിഴ് പോയറ്റ് ആയിട്ടുള്ള വൈരമുത്തുവിനാണ് ഈ ഒരു അവാർഡ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഈ അവാർഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എന്നാണ് 1961 ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്.
ഇപ്പം പ്രസന്റ് നമ്മൾ എന്താണ് ഇറ്റ് ഈസ് പ്രസന്റഡ് ആനുവലി, നമ്മൾ ഭാരതീയ ജ്ഞാനപീഠ് ആയിട്ടാണ് നമ്മളിത് പ്രസന്റ് ചെയ്യുന്നത്. എല്ലാ വർഷവും നമ്മളിത് പ്രസന്റ് ചെയ്യാറുണ്ട്. ഈ അവാർഡ് എന്താണ് ഓൺലി ഓൺ ഇന്ത്യൻ റൈറ്റേഴ്സിന് മാത്രമാണ് ഇന്ത്യൻ ലാംഗ്വേജിൽ, അതായത് നമ്മുടെ 8ാമത്തെ ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന ഇന്ത്യൻ ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന വർക്കിനാണ് അങ്ങനെ ഒരു ഇന്ത്യൻ റൈറ്റേഴ്സിനാണ് എന്ത് കിട്ടുന്നത്, ഈ ഒരു അവാർഡ് കിട്ടുന്നത്. ഇനി INS സുദർശിനി റീച്ചസ് മാൾട്ട ഡ്യൂറിംഗ് 22,000 nautical mile log and 26 voyage. അപ്പോൾ INS സുദർശിനി എന്താണ് വാലേട്ട മാൾട്ട എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അറൈവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എക്സ്പെഡീഷൻ ലോഗ് ആൻഡ് 26 എന്ത് ചെയ്തു, ഈ പറഞ്ഞ INS സുദർശിനി അറൈവ് ചെയ്തു. ഇത് ഇന്ത്യൻ നേവൽ സെയിൽ ട്രെയിനിങ് ഷിപ്പായിട്ടുള്ള ഇന്ത്യൻ നേവലിൻ്റെ സെയിൽ ട്രെയിനിങ് ഷിപ്പായിട്ടുള്ള INS സുദർശിനിയാണ് എവിടെ എത്തിയിരിക്കുന്നത്, ഹിസ്റ്റോറിക് പോർട്ട് ഓഫ് വാലേട്ട മാൾട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ആരാ ഈ INS സുദർശിനി ബിൽഡ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പറയുന്ന ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അമെൻമെൻറ്റ് ബില്ലിനെ പറ്റിയിട്ടാണ്. ദി ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് അമെൻമെൻറ്റ് ബിൽ 2026. അപ്പോൾ നമ്മുടെ യൂണിയൻ ഗവൺമെൻറ് ലോകസഭയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2019 ഉണ്ടായിരുന്ന ട്രാൻസ്ജെൻഡർ പേഴ്സൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ആക്ട് ഉണ്ട്. ആ ഒരു റൈറ്റ് ആക്ടിനെ അതിനെ അമെൻഡ് ചെയ്തുകൊണ്ട് അതിനകത്ത് ചേഞ്ച് വരുത്തിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ 2026 അതിനെ അമെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് 2026 ഒരു അമെൻമെൻറ്റ് ബില്ല് ഇപ്പോൾ യൂണിയൻ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ 2026 ട്രാൻസ്ജെൻഡർ പേഴ്സൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് അമെൻമെൻറ്റ് ബില്ലെന്ന് പറഞ്ഞത് 2019 ഉണ്ടായിരുന്ന ഒരു ആക്റ്റിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ, കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ടാക്കാൻ, കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിമൂവൽ ഓഫ് ദി റൈറ്റ് ടു സെൽഫ് പെർസീവ്ഡ് ജെൻഡർ ഐഡൻറ്റിറ്റി. നമുക്ക് സ്വയം നമ്മൾ എന്ത് ജെൻഡർ, ഞാൻ പറയുന്നത് ഞാൻ ഈ ജെൻഡർ ആണ് എന്ന് നമ്മൾ സ്വയം ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആ ഒരു സംഭവം എന്ത് ചെയ്തു, അവർ റിമൂവ് ചെയ്തു. റിമൂവൽ ഓഫ് ദി റൈറ്റ് ടു സെൽഫ് പെർസീവ്ഡ് ജെൻഡർ ഐഡൻറ്റിറ്റി. രണ്ടാമത്തത് ഇവരാണെങ്കിൽ എന്തുള്ളത്, അമെൻമെൻറ്റ് പ്രൊപ്പോസസ് ഡിലീറ്റിംഗ് സെക്ഷൻ 4(2) ഓഫ് ദി 2019 ആക്ട്. 2019 ആക്ടിലുള്ള 4(2) എന്ന് പറഞ്ഞ ആ ഒരു സെക്ഷൻ എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്ത് കളയണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു സെക്ഷനാണ് ഇപ്പം നമ്മൾ പറഞ്ഞ റിമൂവൽ ഓഫ് ദി റൈറ്റ് ടു സെൽഫ് പെർസീവ്ഡ് ജെൻഡർ ഐഡൻറ്റിറ്റി. ആ ഒരു സെക്ഷൻ എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യണം. അതാണ് അവർ കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു അമെൻമെൻറ്റിൽ അവർ പറയുന്ന ഒരു ചേഞ്ച്. അപ്പോൾ അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഓൾറെഡി ഉള്ള ആ ഒരു ബില്ല് അല്ലെങ്കിൽ ആ ഒരു റൈറ്റിനെ എന്ത് ചെയ്യുക, നമ്മൾ കൂടുതലായിട്ട് ചേഞ്ചസ് വരുത്തുക. അതിനാണ് അമെൻമെൻറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ 2019 ഈ ഒരു ട്രാൻസ്ജെൻഡർ റൈറ്റ് പ്രൊട്ടക്ഷൻ ഓഫ് ദി റൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ആക്റ്റിൽ അവരെന്താ ആ ഒരു ബില്ല് അവരെന്ത് ചെയ്യണം, ചേഞ്ചസ് കൊണ്ടുവരാനാണ് ഇപ്പോൾ ഈ ഒരു അമെൻമെൻറ്റ് ബില്ല് ഇറക്കിയിരിക്കുന്നത്. Will introduce the concept of an authority, medical board headed by the chief medical officer to examine the gender certification case. ബില്ല് പിന്നെ എന്ത് പറയുന്നുണ്ട്, ഒരു കോൺസെപ്റ്റ് ഓഫ് ഒരു അതോറിറ്റി വേണമെന്ന് പറയാം. അതോറിറ്റി എന്ന് പറയുന്നത് ഈ ചീഫ് മെഡിക്കൽ ഓഫീസർ ഹെഡ് ചെയ്യുന്ന ഒരു മെഡിക്കൽ ബോർഡിൻ്റെ ആ ഒരു മെഡിക്കൽ ബോർഡാണ് അവർ ഉദ്ദേശിക്കുന്ന അതോറിറ്റി. അപ്പോൾ ഈ അതോറിറ്റി എന്ത് ചെയ്യണം, ജെൻഡർ സർട്ടിഫിക്കേഷൻ കേസസ് ഒക്കെ എന്ത് എക്സാമിൻ ചെയ്യണം എന്നും കൂടി ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ഒരു കോൺസെപ്റ്റ് ഓഫ് അതോറിറ്റി ഉണ്ടായിരിക്കും. ഒരു അതോറിറ്റി വേണം എന്നുള്ളൊരു കോൺസെപ്റ്റ് അവർ ഈ ഒരു ബില്ലിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് ട്രാൻസ്ജെൻഡർ സർട്ടിഫിക്കേഷൻ പ്രൊസീജിയറിൽ കൊണ്ടുവന്ന ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഇൻസ്റ്റെഡ് ഓഫ് ഓട്ടോമാറ്റിക് ഇൻഷുറൻസ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് മസ്റ്റ് റിവ്യൂ ദി റെക്കമെൻഡേഷൻ ഫ്രം ദ മെഡിക്കൽ അതോറിറ്റി ബിഫോർ ഗ്രാൻഡിങ് എ സർട്ടിഫിക്കറ്റ്. അപ്പം നമ്മളിങ്ങനെ ചുമ്മാ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊരു ഇഷ്യൂവൻസ് കൊടുക്കുകയാണ്, നമ്മൾ ഓക്കെ ശരി ഇവർ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയുന്നതിന് പകരം ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ത് റിവ്യൂ ചെയ്യണം, ഈ പറഞ്ഞ മെഡിക്കൽ അതോറിറ്റിയിൽ നിന്നും വന്നിട്ടുള്ള ആ ഒരു ആ കറക്റ്റ് ആണോ എന്നുള്ളത് റിവ്യൂ ചെയ്യാം. എന്നിട്ട് മാത്രമേ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് ഈ ഒരു ഇതിൽ വന്നിരിക്കുന്ന മാറ്റം. പിന്നെ മാൻഡറ്ററി ആയിട്ട് ജെൻഡർ സർട്ടിഫിക്കറ്റ് റിവിഷൻ ആഫ്റ്റർ സർജറിക്ക് ശേഷം ഒരു ജെൻഡർ സർട്ടിഫിക്കറ്റ് റിവിഷൻ മാൻഡറ്ററി ആയിട്ട് കൊണ്ടുവരണം. അതായത് ഈ പറയുന്ന SRS സർജറി ഉണ്ട്, സെക്സ് അസൈൻമെൻറ്റ് സർജറി എന്ന് പറയും. ഈ ഒരു സർജറിയിലൂടെ കടന്നു പോയ ആൾ എന്ത് ചെയ്യണം, റിവൈസ്ഡ് ജെൻഡർ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യണം. എത്ര പെട്ടെന്നോ അത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, അത് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പണ്ട് അതൊരു ഓപ്ഷണൽ മാത്രമാണ്, നമ്മൾ വീണ്ടും ആ റിവൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് പണ്ട് ഓപ്ഷണലായിരുന്നു. പക്ഷെ ഇപ്പം എന്താണ്, അത് മാൻഡറ്ററി ആക്കി. നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ സർജറി ചെയ്തതിന് ശേഷം നിങ്ങൾ റിവൈസ്ഡ് ജെൻഡർ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യണം എന്ന് അവർ മാൻഡറ്ററി ആക്കി. അപ്പോൾ അവർ കൊണ്ടുവന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, നേരത്തെ
ഉണ്ടായിരുന്ന ആദ്യം സെക്ഷൻ 4(2) എന്ന് പറയുന്ന സെക്ഷൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയും ഈ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് മുൻപ് തന്നെ എന്ത് ചെയ്യുക, ഒരു അതോറിറ്റി, മെഡിക്കൽ അതോറിറ്റിക്ക് ചെക്ക് ചെയ്ത് മെഡിക്കൽ അതോറിറ്റി റെക്കമെൻഡേഷൻ എടുത്തതിന് ശേഷം മാത്രം ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ത് ചെയ്യുക, സർട്ടിഫിക്കറ്റ് ഗ്രാൻഡ് ചെയ്യുക. അതുപോലെ ഈ സർജറിക്ക് ശേഷം എന്ത് ചെയ്യണം, അവർ റിവൈസ്ഡ് ജെൻഡർ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്തിരിക്കണം. പണ്ട് അത് ഓപ്ഷനിലായിരുന്നു, പക്ഷെ ഇപ്പോൾ മാൻഡറ്ററി ആയിട്ട് ചെയ്യണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ദ ബിൽ എക്സ്പാൻഡ് ദ ക്രിമിനൽ പ്രൊവിഷൻസ് വിത്ത് ഗ്രാൻഡഡ് പണിഷ്മെന്റ്. അതുപോലെ തന്നെ ഈ ബിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിമിനൽ പ്രൊവിഷൻസുകൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്, നല്ല പണിഷ്മെന്റ്സും കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ജയിലിലിടുക, അതുപോലെ 5 ലക്ഷം രൂപ അടയ്ക്കാനായിട്ട് പറയാം, അങ്ങനത്തെ എന്ത് ചെയ്യുക, ഫൈനുകളൊക്കെ ഇവർ കൊടുത്തിട്ടുമുണ്ട്. ഇനി നമ്മൾ പറയുന്നത് പർപ്പിൾ ഫെസ്റ്റിനെ പറ്റിയിട്ടാണ്. രാഷ്ട്രപതി ഭവനിലാണ് നമ്മൾ ഈ പർപ്പിൾ ഫെസ്റ്റ് ഹോസ്റ്റ് ചെയ്യുന്നത്. രാഷ്ട്രപതി ഭവനാണ് എന്ത് ചെയ്യുന്നത്, പർപ്പിൾ ഫെസ്റ്റ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഇത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡിസബിലിറ്റി ഉള്ള ആളുകളുണ്ടല്ലോ, അവരുടെ ടാലൻസും അവരുടെ അച്ചീവ്മെൻറ്റ്സും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ ഒരു ഇൻക്ലൂസിവിറ്റി എന്ന് പറഞ്ഞൊരു ഐഡിയ ആളുകളിലേക്ക് എത്തിക്കാൻ, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രാഷ്ട്രപതി ഭവനിൽ ഈ പർപ്പിൾ ഫെസ്റ്റ് നമ്മൾ നടത്തുന്നത്. ഇതിൻ്റെ എയിം എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എയിം ടു പ്രൊമോട്ട് അവയർനെസ്, ഡിഗ്നിറ്റി ആൻഡ് ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ഇൻ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയിൽ ഡിസബിലിറ്റി ഉള്ള ആളുകളുമായിട്ട് അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ, അവരുടെ ഡിഗ്നിറ്റി, അതുപോലെ അങ്ങനെ അവയർനെസ്സുകൾ പ്രൊമോട്ട് ചെയ്യുന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഒരു പർപ്പിൾ ഫെസ്റ്റ് നടത്തുന്നത്. അത് ഹോസ്റ്റ് ചെയ്യുന്ന രാഷ്ട്രപതി ഭവനിലാണ് അത് ഹോസ്റ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ പറയുന്നത് ഡംസൈറ്റ് റെമഡിയേഷൻ ആക്സിലേറ്റർ പ്രോഗ്രാം, ഡ്രാപ്പ് എന്ന് നമ്മൾ അതിനെ പറയാം. നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്തിട്ടുള്ള പുതിയൊരു പ്രോഗ്രാമാണ് ഡ്രാപ്പ് എന്ന് പറയുന്നത്, അതായത് ഡംസൈറ്റ് റെമഡിയേഷൻ ആക്സിലേറ്റർ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ ഈ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന സൈറ്റുകളുണ്ടല്ലോ, ഇത് വേസ്റ്റ് ഡംപ് സൈറ്റുകൾ നമ്മുടെ ഇന്ത്യൻ അർബനിൽ, കൂടുതലായിട്ട് നമ്മൾ കാണുന്ന സിറ്റീസിലൊക്കെയാണ്, അർബൻ സ്പേസിലാണ്. അവിടെ കാണുന്ന ഈ ഡംപ് സൈറ്റുകളൊക്കെ എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു ക്ലിയറൻസ്, അത് ലീഗലി ആ വേസ്റ്റ് ഡംപ്സുകളൊക്കെ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യുക, അത് അങ്ങനെ ആ ഒരു ഇത് മാറ്റുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഫോളോസ് എ സ്ട്രക്ചർഡ് ആൻഡ് ഫാസ്റ്റ് ട്രാക്ട് അപ്രോച്ച്. ഇത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടും വളരെ ഫാസ്റ്റ് ആയിട്ടും ഉള്ളൊരു അപ്രോച്ചാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. ഈ പറഞ്ഞ ഗാർബേജ് മൗണ്ടൻസ്, അതായത് നമുക്കറിയാം ഇപ്പോൾ പല സ്ഥലത്തും വേസ്റ്റുകളൊക്കെ ഇങ്ങനെ കുന്നുകൂടി കിടക്കില്ല, എത്രയും വേസ്റ്റ് കൊണ്ടിട്ടല്ലേ. അപ്പോൾ ആ ഗാർബേജുകളെല്ലാം റിമൂവ് ചെയ്യുക, എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യുക. അതുപോലെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടാണ് അവരത് ചെയ്യുന്നത്. എന്നിട്ട് റിക്ലെയിം ദ ലാൻഡ് ഫോർ ദ പ്രൊഡക്റ്റീവ് യൂസ്. എന്നിട്ട് നമ്മൾ പാർക്ക്, കമ്മ്യൂണിറ്റി ഫെസിലിറ്റി അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ് ഇൻഫ്രാസ്ട്രക്ചറിനൊക്കെ വേണ്ടിയിട്ട് ആ സ്ഥലം ഉപയോഗിക്കുക. ഇതാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്, ഇവർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇത് ലോഞ്ച് ചെയ്ത് നവംബർ 2025 ആണ്. ഏത് മിനിസ്ട്രിയാണ് ഇത് ലോഞ്ച് ചെയ്തത്? മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ 2.0 എന്ന് പറഞ്ഞിരിക്കുന്ന അതിൻ്റെ അണ്ടറിൽ, ആ ഒരു മിഷൻ്റെ അണ്ടറിലാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മളുടെ ഒരു അച്ചീവ്മെൻറ്റ്, നമ്മൾ ടാർഗറ്റ് ഒരു അച്ചീവ് 100% ഡംസൈറ്റ് ക്ലിയറൻസ് വിത്തിൻ 1 year ഓഫ് അഡോപ്ഷൻ. ഇത് അഡോപ്റ്റ് ചെയ്ത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ 100% ഡംസൈറ്റും ക്ലിയർ ചെയ്യണം എന്നാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണ് ഈ ഡംസൈറ്റ് റെമഡിയേഷൻ ആക്സിലേറ്റർ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വേസ്റ്റ് ഒക്കെ ഇങ്ങനെ ഡംപായിട്ട് കിടക്കുന്ന വേസ്റ്റുകളൊക്കെ റിമൂവ് ചെയ്ത് ആ സ്ഥലങ്ങളൊക്കെ കുറച്ചും കൂടി നല്ല രീതിക്ക് പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നോക്കുന്ന ഒരു പ്രോജക്റ്റിനെയാണ് നമ്മൾ ഈ പറഞ്ഞ ഡംസൈറ്റ് റെമഡിയേഷൻ ആക്സിലേറ്റർ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇത് ലോഞ്ച് ചെയ്ത് നവംബർ 2025 ഏത് മിനിസ്ട്രിയാണ്? മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഏത് മിഷൻ്റെ അണ്ടറിലാണ്? സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ 2.0 അണ്ടറിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത നമ്മൾ പറയുന്നത് PM മോദി ഇനാഗ്രേറ്റഡ് ഫുള്ളി ഓട്ടോമേറ്റഡ് ഹാൽഡിയ ബൾക്ക് ടെർമിനൽ. ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി എനിക്ക് ഹാൽഡിയ ബൾക്ക് ടെർമിനൽ ഇനാഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അതൊരു ഫുള്ളി ഓട്ടോമേറ്റഡ് ഡ്രൈ ബൾക്ക് ഹാൻഡ്ലിംഗ് ഫെസിലിറ്റി ഡെവലപ്പ് ബൈ അഡാനി പോർട്ട് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ്. അഡാനി പോർട്ട് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഓട്ടോമാറ്റഡ് ആയിട്ട് ഡ്രൈ ബൾക്ക് ഹാൻഡ്ലിംഗ് ഫെസിലിറ്റിയാണ് ഈ പറയുന്ന ഹാൽഡിയ ബൾക്ക് ടെർമിനൽ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണാൻ പറ്റുന്ന ഈ ഒരു സംഭവമാണ് അവർ ഈ പറഞ്ഞിരിക്കുന്നത്. അതാരാണ് അത് ഡെവലപ്പ് ചെയ്തത്? അഡാനി പോർട്ട് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. എവിടെയാണ്? ഹാൽഡിയ ഡോക്ക് കോംപ്ലക്സ് ഓഫ് ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് ഇൻ കൊൽക്കത്ത. കൊൽക്കത്തയിലെ ശ്യാമപ്രസാദ് മുഖർജി അവിടെ വെച്ച് ആ ഒരു പോർട്ടിൽ ആണ്, ഹാൽഡിയ ഡോക്ക് കോംപ്ലക്സിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് അവർ ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഫസ്റ്റ് ഫുള്ളി ഓട്ടോമാറ്റഡ് ഡ്രൈ ബൾക്ക് കാർഗോ ഫെസിലിറ്റി ഓൺ ദ ഹൂഗ്ലി റിവർ. ഹൂഗ്ലി റിവറിലുള്ള ആദ്യത്തെ ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള ഡ്രൈ ബൾക്ക് കാർഗോ ഫെസിലിറ്റിയാണ് ഈ പറയുന്ന ഹാൽഡിയ ബൾക്ക് ടെർമിനൽ എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ പറയുന്ന ഒരു ആപ്പിനെ പറ്റിയാണ് യക്ഷ് ആപ്പ് എന്ന് പറയുന്നത്.
എന്താ ഈ യക്ഷ ആപ്പ് എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശ് പോലീസാണ് എന്ത് ലോഞ്ച് ചെയ്തത്, യക്ഷ ആപ്പ് ലോഞ്ച് ചെയ്തത്. അവരെന്താ വെച്ചാൽ ഹെൽപ്പ് ഇൻ ട്രേസിംഗ് ആൻഡ് ഐഡന്റിഫൈങ് ദ റോബേഴ്സ് വിത്തിൻ 3 hours ഓഫ് ദി ഇൻസിഡന്റ് ഇൻ ജോൺപൂരിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഒരു 3 മണിക്കൂറിനുള്ളിൽ തന്നെ റോബേഴ്സിനെ ട്രേസ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യക്ഷ ആപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഹെൽപ്പ് ചെയ്യും ഈ യക്ഷ ആപ്പ്. അപ്പോൾ ഈ ആപ്പ് റീസെൻ്റ്ലി ഇൻസ്റ്റൻ്റ്ലി ഡിസ്പ്ലേ ദ റെലവൻറ്റ് മിസ്സിംഗ് റിപ്പോർട്ട് രജിസ്റ്റർഡ് അറ്റ് എനി പോലീസ് സ്റ്റേഷൻ. ഏതൊരു പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന റെലവൻ്റ് ആയിട്ടുള്ള മിസ്സിംഗ് റിപ്പോർട്ട്സുകൾ ഉണ്ടല്ലോ, ഒരാളെ കാണാതായി എന്ന് പറഞ്ഞത്, അത് ഇവർ എന്ത് ചെയ്യും, വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ അത് കാണിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫാമിലീസ് ആയിട്ടൊക്കെ എന്ത് ചെയ്യുക, അത് ഐഡൻറ്റിഫൈ ചെയ്ത് അത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു എൽഡർലി പേഴ്സൺ, ഒരു സ്ത്രീ അല്ലെങ്കിൽ മെൻ്റലി ഇല്ലായിട്ടൊരു പേഴ്സൺ എവിടെയെങ്കിലും അബാൻഡൻഡ് ആയിട്ട് സ്റ്റേറ്റിൽ എവിടെയെങ്കിലും ഇങ്ങനെ നടക്കുന്ന കാണുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ അവരെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഏത് പോലീസാണ്, ഉത്തർപ്രദേശ് പോലീസാണ് ഈ യക്ഷ ആപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്ത നമ്മൾ പറയുന്നത് ജോസ് ആന്റണിയോ കാസ്ട്രിസ് ടേക്സ് ദ ഓത്ത് ആസ് എ പ്രസിഡന്റ് ഓഫ് ചിലെ. ചിലയിലെ പുതിയ പ്രസിഡന്റ് ആണ് ജോസ് ആന്റോണിയോ കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആൾ എന്താണ്, ചിലയിലെ പുതിയ പ്രസിഡന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഈ ചില്ലയിലെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറഞ്ഞ സാന്റിയാഗോ ആണ്. ഇതിൻ്റെ ബോർഡറിങ് കൺട്രീസ് എന്ന് പറഞ്ഞത് ബോർഡർഡ് ബൈ പെറു ആണ് ഇതിൻ്റെ നോർത്തിൽ, ബൊലീവിയ എന്ന് പറഞ്ഞ നോർത്ത് ഈസ്റ്റിൽ, അർജന്റീന ഈസ്റ്റിലും, പിന്നെ ഡാർക്കെ പാസേജ് സൗത്തിലുമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ നേരത്തെ ഫോർമർ ജനറൽ സെക്രട്ടറി ഓഫ് ഓൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ നേരത്തെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കുശൽ ദാസ് എന്ത് ചെയ്തു, ഇപ്പം മരിച്ചു പോയിട്ടുണ്ട്. 66 വയസ്സിൽ കുശൽ ദാസ് ഇപ്പം മരിച്ചുപോയി. അപ്പോൾ ആള് എങ്കിൽ ഈ 2010 മുതൽ 2022 വരെ എന്തായിട്ട് ഈ പറഞ്ഞ ഫെഡറേഷൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആള് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 12 വർഷമാണ് ആള് സെർവ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഇന്ത്യ ആണെങ്കിൽ വേൾഡ് പാരാ അത്ലറ്റിക് ഗ്രാൻഡ് പ്രിക്സ് 2026 എന്താണ് വിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ ഫിനിഷ്ഡ് ഇൻ ദ ടോപ്പ് ഓഫ് ദി മെഡൽ സ്റ്റാൻഡിങ്സ് അറ്റ് ദ വേൾഡ് പാരാ അത്ലറ്റിക് ഗ്രാൻഡ് പ്രിക്സ് 2026. അപ്പം നമുക്ക് മൊത്തം 208 മെഡലുകളാണ് കിട്ടിയിരിക്കുന്നത്. 3 ഡേ കോമ്പറ്റീഷൻ, നമ്മൾ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചാണ് അത് കൺക്ലൂഡ് ചെയ്തത്. ഒരു 3 ഡേ കോമ്പറ്റീഷനാണ്. അത് മൊത്തം നമുക്ക് 208 മെഡൽസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളാണ് ഹോസ്റ്റ് നേഷൻ എന്ന് പറയും. നമുക്ക് 75 ഗോൾഡ്, 69 സിൽവർ ആൻഡ് 64 ബ്രോൺസ് മെഡൽസ് ആണ് കിട്ടിയിരിക്കുന്നത്. റഷ്യയാണ് രണ്ടാമത് ഫിനിഷ് ചെയ്തത്. റഷ്യക്ക് മൊത്തം 35 മെഡൽസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മുടെ ഇന്ത്യയുടെ 94th അതുപോലെ തന്നെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് റീജിയനിൽ നിന്നുമുള്ള ആദ്യത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആണ് ആരെന്ന് പറഞ്ഞാൽ മയങ്ക് ചക്രവർത്തി എന്ന് പറയുന്നത്. മയങ്ക് ചക്രവർത്തി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ 94ാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആണ്. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് റീജിയനിൽ നിന്നും വരുന്ന ഫസ്റ്റ് ആളും കൂടിയാണ് ഈ പറഞ്ഞ മയങ്ക് ചക്രവർത്തി എന്ന് പറയുന്നത്. അപ്പം അപ്പോൾ അത്രയും നോക്കിയാൽ മതി. മയങ്ക് ചക്രവർത്തി എന്ന് പറഞ്ഞ എന്താണ്, ഇന്ത്യയുടെ 94th ഈ പറഞ്ഞ പോലെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആണ് മയങ്ക് ചക്രവർത്തി എന്ന് പറയുന്നത്. പിന്നെ കിമി ആന്റോനെല്ലി വോൺ ദ 2026 ചൈനീസ് ഗ്രാൻഡ് പ്രിക്സ്. 2026 ചൈനീസ് ഗ്രാൻഡ് പ്രിക്സ് ആരാണ് വോൺ ചെയ്തത്, കിമി ആന്റോനെല്ലി ആണ് വിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കി നമുക്ക് ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ട് പറയാം. കിമി ആന്റോനെല്ലി എന്ത് വോൺ ചെയ്തു, ചൈനീസ് ഗ്രാൻഡ് പ്രിക്സ് 2026 വോൺ ചെയ്തു. മയങ്ക് ചക്രവർത്തിയാണ് ഇന്ത്യയുടെ 94ാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വേൾഡ് പാരാ അത്ലറ്റിക് ഗ്രാൻഡ് പ്രിക്സ് 2026 ന്യൂഡൽഹിയിൽ നടന്ന അതിനകത്ത് എന്ത് ചെയ്തു, ഇന്ത്യക്ക് മൊത്തം 208 മെഡലോട് ഇന്ത്യ വിജയിച്ചു. രണ്ടാമത് ഫിനിഷ് ചെയ്ത് റഷ്യയാണ്. റഷ്യക്ക് 35 മെഡലാണ് കിട്ടിയത്. നേരത്തെ ഫോർമർ ജനറൽ സെക്രട്ടറി ആയിട്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന കുശൽ ദാസ് മരിച്ചുപോയി. ആൾ ഏകദേശം 12 വർഷമാണ് സെർവ് ചെയ്തിട്ടുള്ളത്, 2010 മുതൽ 2022 വരെ. പിന്നെ ജോസ് ആന്റണിയോ കാസ്ട്രിസ് എന്ത് ചെയ്തു, പ്രസിഡന്റ് ഓഫ് ചിലെ ആയിട്ട് എടുത്ത ആള് എന്താ, ചിലിയുടെ പുതിയ പ്രസിഡന്റ് ആണ് ജോസ് ആന്റോണിയോ കാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് യാഷ് ആപ്പിനെ പറ്റിയാണ്. യാഷ് ആപ്പ് ആരാണ് കൊണ്ടുവന്നത്, ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഉത്തർപ്രദേശ് പോലീസാണ് റീസെൻ്റ്ലി ഈ പറഞ്ഞ യാഷ് ആപ്പ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ റോബേഴ്സിനെയൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാനും അതുപോലെ നമുക്ക് കാണാതായ ആളുകളെയൊക്കെ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, PM നരേന്ദ്രമോദി ഒരു ഫുള്ളി ഓട്ടോമേറ്റഡ് ഹാൽദിയ ബഗ് ടെർമിനൽ ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്.
പിന്നെ ഡംസ് റെമഡിയേഷൻ ആക്സിലേറ്റർ പ്രോഗ്രാം എന്ന് പറഞ്ഞ ഡ്രാപ്പ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ വേസ്റ്റുകളൊക്കെ റിമൂവ് ചെയ്ത് അത് ആ ഒരു സ്ഥലം കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. പർപ്പിൾ ഫെസ്റ്റ് എന്ന് പറയുന്നത് രാഷ്ട്രപതി ഭവനാണിത് ഈ പർപ്പിൾ ഫെസ്റ്റ് എന്ത് ചെയ്യുന്നത്, ഹോസ്റ്റ് ചെയ്യുന്നത്. ഈ പറയുന്ന ഡിസബിലിറ്റി ഉള്ള ആളുകളുടെ ടാലൻസും അച്ചീവ്മെൻറ്റ്സും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പറഞ്ഞ ഒരു പുതിയ ബില്ല് 2026 നമ്മൾ കൊണ്ടുവന്നൊരു ബില്ലാണ് ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് അമെൻമെൻറ്റ് ബില്ല്. ഇത് ഓൾറെഡി 2019 ഉണ്ടായിരുന്ന ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് എന്ന് പറയുന്ന ആ ആക്ട്, ആ ഒരു ബില്ലിനെ എന്ത് ചെയ്യാൻ വേണ്ടി, അമെൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അമെൻമെൻറ്റ് ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ എന്തൊക്കെയാണ് ചേഞ്ചസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ INS സുദർശിനി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്, ആ ട്രെയിനിങ് ഷിപ്പ് ഇപ്പോൾ അറൈവ് ചെയ്തു. അപ്പോൾ ആ ട്രെയിനിങ് ഷിപ്പ് ആരെ ബിൽഡ് ചെയ്തത്, ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ് അത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ജ്ഞാനപീഠ് അവാർഡ്, ഇപ്പോൾ തമിഴ് റൈറ്റർ ആയിട്ടുള്ള വൈരമുത്തുന് ജ്ഞാനപീഠ് അവാർഡ് കിട്ടിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ പറഞ്ഞ March 16 എന്ന് പറഞ്ഞ നാഷണൽ വാക്സിനേഷൻ ഡേ ആണെന്ന് പറഞ്ഞു. വേൾഡ് ഇമ്മ്യൂണൈസേഷൻ ഡേ എന്ന് പറഞ്ഞാൽ November 10 ആണ്. പിന്നെ 15th March എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ഡേ ടു കോംബാറ്റ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നതാണ് 15th March എന്ന് പറയുന്നത്. പിന്നെ 15th March വേറൊരു പ്രത്യേകത, അന്ന് വേൾഡ് കൺസ്യൂമർ റൈറ്റ് ഡേ കൂടിയാണ്. അതുപോലെ നമ്മൾ വേൾഡ് കൺസ്യൂമർ റൈറ്റ് ഡേ നോക്കുമ്പോൾ നാഷണൽ കൺസ്യൂമർ റൈറ്റ് ഡേ നോക്കണം. നാഷണൽ കൺസ്യൂമർ റൈറ്റ് ഡേ എന്നാണ്, 24 December ആണ് നാഷണൽ കൺസ്യൂമർ റൈറ്റ് ഡേ. March 15 എന്ന് പറഞ്ഞത് എന്താണ്, വേൾഡ് കൺസ്യൂമർ റൈറ്റ് ഡേ ആണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ കേട്ടോ, ക്ലാസ് കഴിഞ്ഞു.